ഞാനിവിടെ ചൊല്ലാൻ പോകുന്നതൊരു സൂര്യകീർത്തനമാണ്. ഞങ്ങളുടെ അമ്മ ശ്രീമതി രാധവേലായുധൻ എന്നും വെളുപ്പിന് ഞങ്ങൾ മക്കളുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ചൊല്ലിയിരുന്ന കീർത്തനമാണിത്. ഇത് ഞങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് നിങ്ങളേവർക്കുമായി ഇവിടെ സമർപ്പിക്കുന്നു. അർക്കനിഷ്കളാരൂപാദിവാകര ഭക്തവത്സല പാപവിനാശന തൽസ്വരൂപം മമ ഹൃദി തോന്നണം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ആർക്കുമേതിരിയാത വടിവായ ഭാസ്കരനെ പരംപുരുഷ പോറ്റി ആർത്തി തീർത്തെന്നെ രക്ഷിച്ചു കൊള്ളണം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഇണ്ടൽ നാളിൽ പെരുകിയിടുന്നു കണ്ടമായ മഹാവ്യാധിയെ കൊണ്ടു കണ്ടതില്ല കഴിവതീനേതുമേ. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഈശ്വര ചികിത്സിപ്പാനുമാളല്ല ബാച്ചനാശങ്ങൾ കൊണ്ടും കഴിവരാ ചേർച്ചയും കെട്ടുവാടിയൻ മാനസം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. കുംഭർനായക തമ്പുരാനേ വിഭോ ഗംഭീരാർണവ കേൾമയില്ലെങ്ങുമേ. വമ്പു പോലുള്ള വ്യാധി പിടിപെട്ടു. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഊഴിമേലിരുന്നീടുവാനാഗ്രഹം നാഴിക പോലുമില്ലിനി കോർക്കുമ്പോൾ ദേഹപീഡ സഹിപ്പാനുമാളല്ല. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. എട്ടു ദിക്കിലുമേഴുലകിങ്കലും ദൃഷ്ടമായ ഭുവനത്രയത്തിലും വെട്ടം കാട്ടുവാൻ പെട്ടെന്നുദിച്ചിടും. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഏടത്താർ ശരവൈരിയും ബ്രഹ്മനും കോടക്കാർമുകിൽ വർണ്ണനും വിഷ്ണുവും ചേടറ്റീടിന ചേവടി ചേരുന്നേൻ. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. അയ്യോ കഷ്ടം മുടങ്ങി ശയനവും കയ്യും കാലും വശം കെടുന്നിങ്ങനെ ശയ്യ തന്നിൽ കിടക്കുമാറാക്കൊല്ലേ. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഒട്ടൊഴിയാതെയുള്ള മഹാവ്യാധി കഷ്ടമെന്നു പറയുന്നതു കേട്ടാൽ ചുട്ടുനീറിയെരിയുന്നെൻ മാനസം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഓർത്താലെന്തു പൊരുളൻ ജഗന്നാഥ മാർത്താണ്ഡ വിഭോ ദീനദയാനിധേ. ചിത്തകാരുണ്യമെങ്കലുണ്ടാകണം. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ഔഷധങ്ങളുമൊന്നൊഴിയും നീല സേവിപ്പാനുമാളല്ല വഴി പോലെ ഈ വണ്ണം സ്തുതിയാദരാൽ ചെയ്യുന്നേൻ. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ആദിനാഥ ജഗന്നിവാസ വിഭോ ജ്യോതിരൂപ ശുഭഗ്രഹ പുങ്കവ വ്യാധി നിഗ്രഹ നിർമ്മല നിത്യവും. ആദിത്യ ഭഗവാനെ വണങ്ങുന്നേൻ. ആദിത്യ ഭഗവാന്റെ പ്രസാദം കൊണ്ടായുസുണ്ടായി വരേണം കിടാങ്ങൾക്ക്. ആദിയും മഹാവ്യാധിയും കൂടാതെ രക്ഷിച്ചിടണമെൻ്റെ ഭഗവാനെ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മമാർക്ക് ഈ സൂര്യകീർത്തനം തിരഞ്ഞെടുക്കാവുന്നതാണ്. താങ്ക് യു.